ദി ഷോ. ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. എല്ലാ ഉയരെ ഷോസിലൂടെയും പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ പുതിയ പുതിയ മേഖലകളെ പറ്റിയിട്ടായിരിക്കും. സോ ഓരോ ഫീൽഡുകളെയും നമ്മൾ പരിചയപ്പെടുത്തുന്നതിലൂടെ കുറേയധികം ആളുകൾ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുകയും അവരുടെ കരിയർ ഫിക്സ് ആക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ബെസ്റ്റ് കരിയർ ഉയരയിലൂടെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റി തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. ഗ്രാഫിക് ഡിസൈനിങ്. എല്ലാ ഫീൽഡിലൂടെയും പബ്ലിക്കിന് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസുകളൊക്കെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ വിഷ്വൽ കണ്ടന്റിലൂടെയാണ് ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലുള്ളവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു മേഖലയിലെ ഒരു എക്സ്പേർട്ടിനെ തന്നെയാണ് ഇന്ന് ഉയരയിൽ നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ശങ്കർ സാർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. സാറിനെ പറ്റി പറയാനാണെങ്കിൽ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഐമാക് ക്രിയേഷൻസിന്റെ ഫൗണ്ടറും ആണ്. സാർ വീണ്ടും നമ്മുടെ സർഗക്ഷേത്ര ഫാമിലിയിലേക്ക് ഒരു വലിയ സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം പറയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മേഖല എന്താണ്, എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്, ഒരു വ്യക്തിയുടെ കരിയർ എത്രത്തോളം അത് സെക്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇന്നത്തെ ഈ ഒരു വേൾഡിൽ എത്രത്തോളം ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും നമ്മൾ എല്ലാവരും ഇപ്പോ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഫോണിലായിക്കോട്ടെ ക്യാമറയിലായിക്കോട്ടെ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു 500 സ്റ്റെപ്പുകളിലൂടെയെങ്കിലും മേ ബി നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. എഡിറ്റിംഗും അതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് ബെസ്റ്റ് ആക്കണം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കണം നമ്മുടെ പബ്ലിക്കിന് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഉത്തരവാദിത്തം ഓരോ ഇൻഡിവിജ്വലിനും മനസ്സിൽ അറിയാതെ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. സോ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ അതിന്റെ തന്നെ ഒരു വലിയൊരു സാധ്യതകളുടെ മേഖലയാണ് തുറന്നു കാണിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ശങ്കർ സാർ നമുക്ക് പറഞ്ഞുതരും. എന്താണ് സാർ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖല? ഗ്രാഫിക് ഡിസൈനെ പറ്റിയിട്ട് പൊതുവെ നമുക്കൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞത് ഒരു എക്സിബിഷന്റെ കലയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു ദൃശ്യപ്രകടനത്തിന്റെ ഒരു ആർട്ട് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. കാരണം അതിന്റെ പ്രാക്ടീസ് ആയിട്ട് ബന്ധപ്പെട്ടും അതിലെ ഒരു കലാപരമായിട്ടുള്ള ഒരു എലമെന്റ് അതിൽ ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന നമ്മൾ ബന്ധപ്പെട്ടുള്ള ബ്രാൻഡിങ്, പരസ്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും സർവീസും നമ്മൾക്ക് എത്തുന്നത് ഗ്രാഫിക് ഡിസൈനിങ്. അതിപ്പോ വെബ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിന്റ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിയോ റിലേറ്റഡ് ആയിരിക്കാം. ഇത്രയും മീഡിയത്തിൽ മുഴുവൻ നമുക്ക് ഗ്രാഫിക് ഡിസൈനിന്റെ ടച്ച് നമുക്ക് കാണാൻ പറ്റും. നൈസ്. അപ്പോ ഇന്നത്തെ നമ്മൾക്ക് എല്ലാവർക്കും, അതായത് ഈച്ച് ആൻഡ് എവ്രി വൺ, ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് ഉപയോഗിക്കേണ്ട സമയങ്ങൾ വളരെ കൂടുതലാണ് അല്ലെ? ഏതെങ്കിലും ഒരു തരത്തിൽ. അതെ. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, സെലക്ട് ചെയ്യുന്ന കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സർവീസോ പ്രൊഡക്റ്റോ എന്ത് സംഭവമായിക്കോട്ടെ, നമ്മളെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പരസ്യങ്ങളാണ് ശരിക്കും. ഈ പരസ്യത്തിന് നമുക്ക് പരസ്യത്തിന്റെ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റ് മീഡിയ ഉണ്ട്, ഇപ്പോ വിഷ്വൽ മീഡിയ ഉണ്ട്, ഓഡിയോ മീഡിയ ഉണ്ട്, അതുപോലെ വെബ് മീഡിയ ഉണ്ട്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്കിപ്പോ ഏറ്റവും അടിത്തറവരായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്വിക്ക് ആയിട്ട് ചെയ്യാവുന്ന വെബ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇന്റർനെറ്റ് ടെക്നോളജീസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ കൂടെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മളിലേക്ക് പരസ്യം വഴിക്ക് പല പ്രൊഡക്റ്റും സർവീസ് എത്തുന്നത്. ഈ എല്ലാ മേഖലകളിലും ഗ്രാഫിക് ഡിസൈനെ ടച്ച് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തി ഇതില്. അതാണ് ഗ്രാഫിക് ഡിസൈനിന്റെ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു ടച്ച് എന്ന് പറയുന്ന ഒരു എലമെന്റ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷന്റെ ഒരു ആർട്ടാണ്, ആൻ ആർട്ട് ഓഫ് വിഷ്വലൈസേഷൻ. ഈ ഒരു കോഴ്സിനെ പറ്റി, ഈ ഒരു മേഖലയെ പറ്റി നമ്മൾ ഡെഫിനറ്റ്ലി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് ഉയരയിൽ പാട്ടുകളാണ് വരുന്നത്. നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടി ഇന്നത്തെ ഉയരയ്ക്ക് തുടക്കം കുറിക്കാം. കൂടെയുള്ള തന്നെയാണ് ആൻഡ് നമ്മോടൊപ്പം ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിനെ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ ഒപ്പം ഉള്ളത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണലും അതുപോലെ ഐമാക് ക്രിയേഷൻസിന്റെ ഫൗണ്ടറുമായ ശങ്കർ സാറാണ്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക്
ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഇന്ന് സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ പറയുന്നതും മനസ്സിലാക്കാനായിട്ട് പോകുന്നതും ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഫീൽഡിനെ പറ്റിയിട്ടാണ്. ആൻഡ് കൂടെയുള്ളത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ, അതുപോലെ തൃശൂർ ഐമാക് ക്രിയേഷൻസിന്റെ ഫൗണ്ടറുമായ ശങ്കർ സാറാണ്. സാർ, നമ്മൾ എന്താണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു മേഖല എന്നുള്ളത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് സംസാരിച്ചായിരുന്നു. അപ്പൊ ശരിക്കും സാറ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തായിരുന്നു. ലൈക്ക് ആൻ ആർട്ട് ഓഫ് വിഷ്വലൈസേഷൻ ആണ് നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. സോ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു മേഖലയെ പറ്റിയിട്ട് അറിയാനാണെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ എന്തായിരിക്കും? ഓക്കെ, അത് നമുക്കൊരു കൃത്യമായിട്ടൊരു ഡിഫറൻസ് എനിക്ക് തരാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ക്രിയേറ്റിവിറ്റി, ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടത് ഒരു കോമ്പിനേഷൻ ഓഫ് ആക്കാം. നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ല ശരിക്കും ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞാൽ, ക്വാളിഫിക്കേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് വേണം. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള, അതായത് ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽ, അതുപോലെ തന്നെ ഈ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ആയിട്ട് അതിന് മൂന്നാമത്തെ ഒരു സബ്ജക്ട് ആയിട്ട് പറയുന്നത്. ഇത്രയും രീതിയിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളും വിഷ്വലി നമുക്ക് വളരെ ഹൈബ്രിഡ് ആയിട്ട് അവതരിപ്പിക്കാവുന്ന, വളരെ ഇംപ്രസീവ് ആയിട്ട് അവതരിപ്പിക്കാവുന്ന രീതിയിലുള്ള നമ്മളൊരു വിഷ്വലൈസേഷനും കൂടി നമ്മുടെ ഗ്രാഫിക് ഡിസൈനൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ടെക്നിക്കൽ സ്കിൽ, അതുപോലെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസും അതുപോലെ തന്നെ ഇമാജിനേഷനും ഒക്കെ ഇതിന് കണക്റ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ കണക്റ്റഡ് ആണ്. ഒപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രൊഫഷൻസി ഓൾറെഡി പറഞ്ഞു. അത് ഓരോ മേഖലകളിലും നമുക്ക് വർക്ക് ചെയ്യുന്ന മേഖല ഗ്രാഫിക് ഡിസൈൻ പറഞ്ഞാൽ ലോട്ട് ഓഫ് ഒരു സീരീസ് ആണ്. അതായത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മേഖലയിൽ മാത്രം ഒതുക്കി നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും സോഫ്റ്റ്വെയർസും വളരെ കുറെ സോഫ്റ്റ്വെയർസും കൂടി ഉൾപ്പെട്ടുള്ളതായതുകൊണ്ട് പല മേഖലകളിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമുക്ക് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതും ടാസ്ക്കാണ്. അപ്പോൾ അതും നമുക്കൊരു ഗ്രാഫിക് ഡിസൈനർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രധാനപ്പെട്ട വിഷയം വെച്ചാൽ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ആണ്. കാരണം പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണാന്നുള്ളതാണ് നമ്മുടെ ഈ ക്രിയേറ്റീവ് ഡിസൈനിങ്, അതായത് ഗ്രാഫിക് ഡിസൈനിങ് ത്രൂ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പെയിൻ പോയിന്റ്, കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ്സിന് നമ്മൾ ഒരു ടാസ്ക് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് ശരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഇമാജിനേഷനും ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഗ്രാഫിക് ഡിസൈനിൽ കൂടെ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, സോ ഗ്രാഫിക് ഡിസൈനർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ് നമ്മളിതാ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞത്. ശരിക്കും ശങ്കർ സാർ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരാളാണ് ആക്ച്വലി ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്നത്, അല്ലേ? യെസ്. അപ്പൊ അതായത് ഇന്നത്തെ ഒരു വേൾഡില് നമ്മൾ എന്നും ക്രിയേറ്റിവിറ്റി, അതുപോലെ കണ്ടന്റ് ക്ഷാമം ഒരിക്കലും വരാൻ പാടില്ല, അല്ലെങ്കിൽ റിപ്പിറ്റേഷൻ ഒരിക്കലും വരാൻ പാടില്ല. എപ്പോഴും ന്യൂ ഐഡിയാസ്, ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അത് ചില്ലറ കാര്യമല്ല. സോ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കുറേയധികം സാധ്യതകളുടെ ഒരു വാതിൽ തന്നെയാണ്. നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ളത് അന്നയാണ്. വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഉയരെ ഷോയിലൂടെ അവയർനെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതും ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി കുറച്ച് മുൻപേ നമ്മൾ സംസാരിച്ച ആ ഒരു ടോക്കിലൊക്കെ വന്നൊരു കാര്യം, നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനും ആക്ച്വലി ഓരോ ദിവസവും ഈവൻ ഓരോ നിമിഷവും ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖലയെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. സോ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കോഴ്സ് കൂടിയാണ് ഗ്രാഫിക് ഡിസൈനിങ്. സോ ഈ ഒരു കോഴ്സിനെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ കൂടെ എത്തിയിട്ടുള്ളത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ, അതുപോലെ തൃശൂർ ഐമാക് ക്രിയേഷൻസിന്റെ ഫൗണ്ടറുമായ ശങ്കർ സാറാണ്. സാർ, എങ്ങനെയാണ് ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചു, അതുപോലെ എന്താണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖല എന്നും പറഞ്ഞു. പക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക് താല്പര്യമുള്ള ഒരു ഇൻഡിവിജ്വൽ ആക്ച്വലി ഏത് സമയം മുതൽ പ്രിപ്പയർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം? അത് നമുക്ക് പ്രധാനപ്പെട്ട വിഷയം വെച്ചാൽ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പറയുന്നത് നമുക്ക് ഏകദേശം +2 ലെവലിൽ തന്നെ തുടങ്ങാൻ പറ്റും. പക്ഷെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബാരിയർ നമുക്ക് വെക്കേണ്ടി വരില്ല. അക്കാഡമിക് ആയിട്ട് പഠിക്കുന്ന ഒരു കോഴ്സിനെ സംബന്ധിച്ച് മാത്രമേ നമുക്ക് ഒരു +2 ലെവലിലൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈനിങ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡുള്ള ആളുകളെ സംബന്ധിച്ച്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മൈൻഡുള്ള ആളുകളെ സംബന്ധിച്ച് അഡോപ്റ്റബിലിറ്റി, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ട്രെൻഡിനെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് ഉള്ള ആളുകളെ
സംബന്ധിച്ചും അതുപോലെ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഒക്കെ ഉള്ള ഒരു ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇന്നൊരു സമയത്ത് പഠിച്ചു തുടങ്ങാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ ചെറിയ കുട്ടികൾ തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ഡിസൈൻസ് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ അക്കാഡമിക് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് +2 ക്വാളിഫിക്കേഷൻ ഒക്കെ ശരിക്കും പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറയാം. കാരണം ഇപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതായിരിക്കും അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒരു BA ലെവൽ, അതായത് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലൊക്കെ പോകുന്ന ഡിപ്ലോമയായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരു +2 ലെവലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കൊരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. പക്ഷെ ഒപ്പം തന്നെ നമുക്ക് എങ്ങനെ ഇത് പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും. അപ്പോൾ സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച്, സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ഗൂഗിൾ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറെ വീഡിയോസ് ഗ്രാഫിക് ഡിസൈനെ സംബന്ധിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ബേസിക് ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക്, എനിക്ക് തോന്നുന്നത് ഒരു +2 ലെവൽ കഴിഞ്ഞോട് കൂടിയിട്ട് സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഫീൽഡാണ് ശരിക്കും ക്രിയേറ്റീവ് ഡിസൈനിങ്ങിന്റെ ഒരു കോഴ്സ്. ഓക്കെ. സോ എപ്പം മുതൽ ഈ ഒരു മേഖലയിലേക്ക് താല്പര്യമുള്ളവർ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ കോഴ്സ് സബ്ജക്ട്സുകൾ അറിയാനാണ് ഇനി താല്പര്യപ്പെടുക എല്ലാവരും. സോ അതും അതിനുള്ള ഉത്തരവുകളായിട്ട് വരുന്നുണ്ട്. പക്ഷേ പാട്ടുകളാണ് ഉയരയിൽ വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ദ ഷോ ഉയരെ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. ആൻഡ് അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖലയെ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് പോവാണ്. സോ വി ഹാവ് എൻ എക്സ്പെർട്ട് ടുഡേ, ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആൻഡ് ഫൗണ്ടർ ഓഫ് iMac ക്രിയേഷൻസ് തൃശ്ശൂർ, ശങ്കർ സാർ. എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ പാഷനെ ഫോളോ ചെയ്യാൻ എപ്പം മുതൽ സെൽഫ് പ്രിപ്പയർഡ് ആവണം എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. സോ +2 ശേഷം അതിലേക്കുള്ള പല മേഖലകളിലേക്കും നമുക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളൊരു ആൻസർ സാർ നമുക്ക് കുറച്ച് മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. സോ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ് ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ പഠിക്കേണ്ട സബ്ജക്ട്സുകൾ, കോഴ്സ് സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ? ഓക്കെ, ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ കോഴ്സ് എന്ന് പറയുന്നത് പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പല കോളേജസും ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസും അതുപോലെ തന്നെ അവരുടെ കരിക്കുലാണ് ഉള്ളത്. പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 8, 9, 10 ഏകദേശം 10 പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, ഒന്ന് കറക്റ്റ് ആയിട്ട് ബ്രീഫ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ആർട്ട് ടെക്നോളജി അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡായിട്ടാണ് ശരിക്കും ഗ്രാഫിക് ഡിസൈൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അപ്പൊ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ കോർ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എല്ലാ കോഴ്സും ചെയ്യുന്ന പോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് എന്തായാലും കവർ ചെയ്തേ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇതിൽ രണ്ടാമത് വരുന്ന ഒരു കോർ സബ്ജക്ട് ടൈപ്പോഗ്രഫി. ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ വായിക്കാനും പഠിക്കാനും തുടങ്ങുന്ന സമയത്ത്, മനുഷ്യൻ വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ അതുണ്ട്. അപ്പൊ അത് തൊട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ് ടെക്നോളജീസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ടൈപ്പോഗ്രഫി നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോൺസും അതിന്റെ അലൈൻമെന്റ്സും അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഈ ഗ്രാഫിക് ഡിസൈൻ സംബന്ധിച്ച്. പിന്നെ കളർ തിയറിയുടെ അപ്ലിക്കേഷനും കളർ തിയറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കളർ തിയറി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ മോഷൻ ഗ്രാഫിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വിഷ്വൽ ഗ്രാഫിക്സ് നമ്മൾ കാണുന്ന RGB ഫോർമാറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ പ്രിന്റിംഗ് ഫീൽഡിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള CMYK മോഡൽ നമ്മൾ ചെയ്യുക. അതായത് സിയാൻ യെല്ലോ മജന്ത ബ്ലാക്ക് CMYK. അപ്പോ സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക്. അതുപോലെ തന്നെ RGB ഫോർമാറ്റ് നമുക്ക് വിഷ്വൽ പ്രസന്റേഷൻസ് വരുന്ന വെബ്, അതായത് നമ്മളിപ്പോ ഇന്റർനെറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിക്കോട്ടെ, നമ്മൾ ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതും മോണിറ്ററിൽ കാണുന്നതും അതുപോലെ തന്നെ ടാബിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ സ്മാർട്ട് ഫോണിലൊക്കെ കാണുന്ന എല്ലാതും RGB ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പെർസ്പെക്റ്റീവ് ആണ് ശരിക്കും പറഞ്ഞാൽ RGB CMYK ഫോർമാറ്റ്. അപ്പൊ അത് നമ്മൾ കളർ തിയറിയിലും അതുപോലെ തന്നെ കളർ അപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് പഠിക്കുന്നത്. ആ ഒരു ബോർഡർ ശരിക്ക് ക്ലാസിഫൈ ചെയ്താലേ ഒരു ശരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനർ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറുടെ
ഒരു കോൺസെപ്റ്റ് ആയിരിക്കില്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു പബ്ലിക്കേഷൻസിലോ അല്ലെങ്കിൽ ഓൺലൈൻ വെബ് പബ്ലിക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു വിഷൻ അതല്ലായിരിക്കും ചിലപ്പോൾ വിഷ്വലി നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനറുടെ കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ഫീൽഡിലും ആവശ്യമുള്ള കളർ തിയറീസ് വളരെ ഡിഫറെന്റ് കോർ ആയിട്ട് പഠിച്ചെടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ മറ്റൊരു സബ്ജക്ട് ലേഔട്ട് ആൻഡ് കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്ന റീഡബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം, എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾ ന്യൂസ് ചാനൽ കാണുന്ന ന്യൂസിന്റെ സ്ക്രോളിംഗ് ഭാഗം അടിഭാഗത്തും ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസിന്റെ ലോഗോ റൈറ്റ് ഭാഗത്തും അതിന്റെ ഡേറ്റും കാര്യങ്ങളും ലെഫ്റ്റ് ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നോർമലി എല്ലാ ചാനലുകളും അങ്ങനെയാണ്. പക്ഷെ ഈ തിയറി ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മളൊരു പ്രിന്റ് മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ വെബ് മീഡിയയിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ സ്ക്രോളിംഗിന്റെ ഭാഗം വേറെ മറ്റൊരു സ്ഥലത്തായിരിക്കും, വലിയൊരു സ്ഥലം. അതുപോലെ ഈ ഇത്തരത്തിലുള്ള പ്ലേസിംഗ് വളരെ, അതുപോലെ തന്നെ കമ്പോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു പഠിക്കുന്ന ഒരു NCERT സിലബസിന്റെ ടെക്സ്റ്റിന്റെ കമ്പോസിഷൻ ആയിരിക്കില്ല നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ബ്രോഷറോ അല്ലെങ്കിൽ ലീഫ്ലെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല ശരിക്കും മറ്റൊരു വേറെ ലേഔട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ ലേഔട്ടും വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ബ്രാൻഡിങ്ങും ലോഗോ ഡിസൈനിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും നമ്മൾ ഈ ഗ്രാഫിക് ഡിസൈനറുടെ ഈ കോർ കോൺസെപ്റ്റിൽ ഈ പഠിക്കുന്ന സബ്ജക്ട് പഠിച്ചെടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡിജിറ്റൽ പ്രിന്റ് മീഡിയയിലെ ഡിഫറൻസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലസ്ട്രേഷൻ, ഇമേജ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ അനിമേഷൻ, മോഷൻ ഗ്രാഫിക്സ്, ഇത്രയും ഓരോ ഫീൽഡിലുമുള്ള ഗ്രാഫിക് ഡിസൈനിങ്ങും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കാരണം ഇപ്പൊ മോഷൻ ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്ന ഒരാളുടെ കോൺസെപ്റ്റ് ആയിരിക്കില്ല 100% ആയിരിക്കില്ല അനിമേഷൻസിൽ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിലോ ഡിജിറ്റൽ മീഡിയയിലോ വർക്ക് ചെയ്യുന്ന ആളുകൾ സംബന്ധിച്ച്. അവർക്ക് ചിലപ്പോൾ മറ്റേ പ്രൊഫഷണലി ചിലപ്പോൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ശരിക്കും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും കോൺസെപ്റ്റും വിഷനും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ച് ഫിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല, വളരെ ഈസി ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റും അതിന്റെ ഐഡിയാസ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞൊരു ഗ്രാഫിക് ഡിസൈനിങ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം. ഒരു കാര്യം കൂടി ഞാൻ ഫൈനലൈറ്റ് ചെയ്ത് പറയാം, ഈ പ്രൊഫഷണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബിസിനസ് സ്കിൽസും ഇതിന്റെ ഒപ്പം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അതും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കോർ ആയിട്ടുള്ള ഇപ്പോ എല്ലാ സിലബസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിന്റെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് UI ഓർ UX ഡിസൈൻസ് ആണ്. അതും കൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരിക്കുലത്തിന്റെ മോഡ്യൂൾസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നൈസ്. താങ്ക് യു സോ മച്ച് സാർ. കുറേയധികം ആളുകൾക്കും ഇത് ഡെഫിനറ്റ്ലി ഒരു പുതിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും. ലൈക്ക് ഏതൊക്കെ മേഖലകളാണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളതെന്ന്. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ താല്പര്യം ഏതൊരു മേഖലയിലേക്കാണെങ്കിലും നമ്മൾ പോകുമ്പോൾ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഒരു ജോലി തന്നെയാണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം. സോ ഈ മേഖലയുടെ ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. പക്ഷേ പാട്ടുകൾ ഈസ് ഓൺ ദി വേ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ഫീൽഡിലെ കുട്ടികൾ പഠിക്കേണ്ട കോഴ്സ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നാണ് കുറച്ച് മുൻപേ നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഇനി നമുക്ക് അറിയേണ്ടതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലൈക്ക് ഈ ഒരു മേഖലയിലെ ജോലി സാധ്യതകൾ. ആൻഡ് ഇന്നത്തെ ഈ ഒരു വിഷയം നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരാൻ കൂടെ തന്നെയുള്ളത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഫൗണ്ടർ ഓഫ് തൃശൂർ iMac ക്രിയേഷൻസ് ശങ്കർ സാറാണ്. സാർ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ജോലി സാധ്യതകളെ പറ്റിയിട്ടാണ് ഇന്ന് നമുക്ക് അറിയാനുള്ളത്. അതുപോലെ തന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കോഴ്സുകളിലെ ജോലി സാധ്യത എത്രത്തോളം ഉണ്ട്? ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് ഞാനത് ഒന്ന് പറയാവുന്നതാണ്. ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. ശരിക്കും ഗ്രാഫിക് ഡിസൈനർ ആണ് ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആവുന്നത്. അപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് ട്രെയിനിങ് ആണ് ശരിക്കും. അത് ട്രെയിനിങ് ലെവൽ കഴിഞ്ഞ ഒരു പ്രൊബേഷൻ പീരീഡോ മറ്റോ കഴിയുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർ മാറും. അത് ഒരു ജൂനിയർ, സീനിയർ, സീനിയർ മോസ്റ്റ്, ഹെഡ്, വിഷ്വലൈസർ, കോൺസെപ്റ്റ് ഡെവലപ്പർ, അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. ഒരു പ്രൊഫഷണൽ സീരീസിൽ അങ്ങനെയാണ് അതിന്റെ ഒരു ഏരിയ കിടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഗ്രാഫിക് ഡിസൈനർ ഒരു സീരീസ് ഉള്ള പോലെ തന്നെ നമുക്ക് UI UX ഡിസൈനറായിട്ട് നമുക്ക് ജോബ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ലോഗോ ആൻഡ് ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനർ ആവാൻ പറ്റും. അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയിലാണെങ്കിൽ പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈനർ ആവാം. അത് പ്രൊഫഷണൽ രീതിയിൽ തന്നെ വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വെബ് പബ്ലിഷിംഗ് ഡെവലപ്പർ ആയിട്ട് വെബ് പബ്ലിഷിംഗ് ഡിസൈനർ ആവാൻ പറ്റും. പിന്നെ പാക്കേജിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ പാക്കേജിംഗ് ഡിസൈനർ ആവാം. അത് ഓരോ സോഫ്റ്റ്വെയർസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്.
ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രിന്റ് മീഡിയയിൽ തന്നെ പാക്കേജിങ് അറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് അറിയുന്നുള്ളൂ. കാരണം പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഫീൽഡാണ് ശരിക്കും നമുക്ക് വളരെ ഡയറക്റ്റ് ആളുകളായിട്ട് ബന്ധപ്പെടുന്നതും ആളുകൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗപ്പെടുന്നതായിട്ടുള്ള. ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ പ്രൊജക്ട് ചെയ്യുന്നത് ചിലപ്പോൾ പ്രൊജക്ടിന്റെ കവർ ഡിസൈൻ ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കാം. പക്ഷേ ഒരു UI/UX ഡിസൈനർ ആണെങ്കിൽ അങ്ങനെ നേരിട്ട് കോൺടാക്ട് ചെയ്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഡെയിലി ലൈഫ് അവർ ഉപയോഗിക്കുന്ന സർവീസോ പ്രൊഡക്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഡയറക്റ്റ് കണക്ഷൻ ആവില്ല. ഒരു ഉദാഹരണം പറയാം, പാക്കേജിംഗ് ഇൻഡസ്ട്രി. പാക്കേജിംഗ് ഡിസൈനറെ സംബന്ധിച്ച് പാക്കേജിംഗ് ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിന്റെയും പാക്കേജിനല്ലോ ബോക്സസ് അത് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ടുള്ള അളവിലും കൃത്യമായിട്ടുള്ള ആ പ്രൊഡക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ രീതിക്കുള്ള കറക്റ്റ് പാക്കേജിംഗ് ആയിരിക്കും. കറക്റ്റ് ഒരു മില്ലിമീറ്റർ പോലും മാറാതെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റണം. അത് ചിലപ്പോൾ നോർമൽ രീതിയിലുള്ള ഒരു ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിസൈനർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ഈ പാക്കേജിംഗ് ഡിസൈനർ എന്നുള്ള ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം കൂടിയും ഇതിലുണ്ട്, ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മോഷൻ ഗ്രാഫിക് ഡിസൈനറെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ ഒരു വലിയൊരു സാധ്യതയാണ്. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽ മീഡിയ വളരെ വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഫീൽഡാണ് ശരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് മോഷൻ ഗ്രാഫിക് ഡിസൈനർ ആവാൻ പറ്റും. പിന്നെ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ വെബ് ഡിസൈനർ, അതായത് നമുക്ക് ഗ്രാഫിക് ഡിസൈനറെ ഒരു കുറച്ചുകൂടി അപ്പർ വേർഷൻ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വെബ് ഡെവലപ്മെന്റ് വെബ് ഡിസൈനിങ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെബ് ഡിസൈനിങ്ങിന്റെ ഏറ്റവും കോറായിട്ടുള്ള നിൽക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ആണ്. അപ്പൊ ഒരു ബേസിക് പില്ലർ എന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് ശരിക്കും ഗ്രാഫിക് ഡിസൈനിങ് ആണ്. ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് വെബ് ഡിസൈനർ ആവാൻ പറ്റൂ. കാരണം വെബ് ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ 50% ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഗ്രാഫിക് ഡിസൈനർക്ക് നല്ലൊരു വെബ് ഡിസൈനർ ആവാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ അറിയുന്നതാണ് സോഷ്യൽ മീഡിയ, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിസൈനിങ്, ഇല്ലസ്ട്രേഷൻ, അതുപോലെ നമുക്ക് കാരിക്കേച്ചർ ഒക്കെ വരയ്ക്കുന്ന രീതികൾ, അല്ലെങ്കിൽ മാനുവലി ഡിജിറ്റൽ ഡ്രോയിങ്. ഇപ്പൊ മുമ്പൊക്കെ മാനുവലായിരുന്നു, ഇന്ന് ഡിജിറ്റൽ ഡ്രോയിങ് ആണ്. ഇപ്പൊ പത്രത്തിലൊക്കെ വരയ്ക്കുന്ന പത്രങ്ങളിലോ മീഡിയത്തിലൊക്കെ വരയ്ക്കുന്നവരൊക്കെ ഇന്ന് ചെയ്യുന്നത് മാനുവൽ ഡ്രോയിങ് ഇല്ല, എല്ലാം ഇല്ലസ്ട്രേഷൻ ആണ്. അതായത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇല്ലസ്ട്രേഷൻ ഉപയോഗിക്കുന്നത്. കോൺസെപ്റ്റ് ഡെവലപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കാൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും അൾട്ടിമേറ്റ്ലി എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരവരുടെ ജീവിതത്തിൽ പ്രൊഫഷണൽ ഒരു ഫ്രീഡം ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ ഫ്രീഡം തരുന്നതും അതുപോലെ ഇൻകം തരുന്ന ഒരു ഫീൽഡും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനിങ്. നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണം, ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫേമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫേമിന്റെ സമയം കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള സമയം ഉണ്ടെങ്കിൽ ഇതേ സെയിം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെയിം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും ഫ്രീലാൻസ് ആയിട്ടും നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാനും പറ്റും. ഇത്രയും സാധ്യതകൾ ഈ ഫീൽഡിൽ ഉണ്ട്. ഞാനിപ്പോ ഏകദേശം ഒരു 10-15ഓളം ഗ്രാഫിക് ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതെ. ശരിക്കും സാർ ഇപ്പൊ പറഞ്ഞപ്പോ തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന പോലെ പണി അറിയാവുന്ന ആളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത് ഒരു പാട്ടിലേക്കാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേട്ടുമുട്ടും ഉയരയിലൂടെ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ. കേട്ടോടെയായിരിക്കും സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM, സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടാണ് ഇന്ന് ഉയരയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മേഖലയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒപ്പം എത്തിയിരിക്കുന്നത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആൻഡ് ഫൗണ്ടർ ഓഫ് iMac ക്രിയേഷൻസ് തൃശ്ശൂർ ശങ്കർ സാറാണ്. ശങ്കർ സാർ, നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ജോലി സാധ്യതകൾ എത്രത്തോളം ആണെന്ന് സംസാരിച്ചു. നിരവധി അവസരങ്ങൾ ഒരു ഇൻഡിവിജ്വലിന് തുറന്നു കൊടുക്കുന്ന ഒരു മേഖല തന്നെയാണെന്ന് നമുക്ക് 100 അല്ല 200% ഉറപ്പായിട്ടുണ്ട്. ശരിക്കും ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു മേഖല തന്നെയാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഒരു ജോലിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയർസ് വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വർക്ക് പീരീഡിലും. ശരിക്കും ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് ഈ ഒരു മേഖലയിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നതെന്നും ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഹെൽപ്പാണ് അവർക്ക് കിട്ടുന്നതും അവരുടെ ജോലിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് അവർക്ക് കിട്ടുന്നതെന്നും സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? തീർച്ചയായിട്ടും. നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ഇപ്പോ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും പല ആളുകളും കേട്ട് പരിചയങ്ങൾ ഉണ്ടാവും ഫോട്ടോഷോപ്പ്.
ഫോട്ടോഷോപ്പ് ശരിക്കും പറഞ്ഞാൽ അതെ, ഫോട്ടോഷോപ്പ് ഒരു തവണയെങ്കിലും ഉപയോഗിക്കാത്ത ആൾക്കാർ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ പേര് കേട്ടിട്ടുള്ള സ്ഥിതിക്ക് എന്തായാലും ഉപയോഗിക്കണം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഷോപ്പ് 2025 ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അറിയാൻ പറ്റും. അതിന്റെ സാധ്യത പറഞ്ഞാൽ ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള വളരെ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള കുറെ ടൂൾസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷോപ്പ്. ഇപ്പൊ ഫോട്ടോഷോപ്പാണ് ശരിക്കും പറഞ്ഞാൽ മിക്ക ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയറിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോൺ. ഇത് ഫോട്ടോഷോപ്പ് അറിയാതെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാതെ തന്നെ മിക്ക ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വെബിലായിക്കോട്ടെ, വെബ് ഡിസൈനിങ്ങിലായിക്കോട്ടെ, അതുപോലെ UI ഡിസൈനിങ് ആയിക്കോട്ടെ, ഏത് ഡിസൈനിങ്ങിലും നമുക്ക് ഈ ഫോട്ടോഷോപ്പിന് ഉപയോഗമുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ ഈ അഡോബിന്റെ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ ഇല്ലസ്ട്രേഷൻ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് ഒരു ഇല്ലസ്ട്രേറ്റർ ആവാൻ അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് ആവാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഡ്രോയിങ്സ് ഒക്കെ ശരിക്കും നമ്മളൊരു ലോഗോ ഡിസൈൻ, അതുപോലെ തന്നെ പാക്കേജ് ഡിസൈനിങ്, അതുപോലെ തന്നെ വെബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള സ്കെച്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ അഡോബിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ ഒരു കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഇല്ലാതെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പും അതുപോലെ തന്നെ ഇല്ലസ്ട്രേറ്ററും നമുക്ക് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലസ്ട്രേറ്ററിൽ വർക്ക് ചെയ്ത ഒരു ഫയൽസ് ഫോട്ടോഷോപ്പിലേക്കും ഫോട്ടോഷോപ്പിൽ ഉപയോഗിച്ച് വർക്ക് ഇല്ലസ്ട്രേറ്ററിലേക്ക് കൊണ്ടുവരാനൊക്കെ വളരെ ഈസി ആയിട്ട് ഈ കളർ മാച്ചിങ്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ കളർ ഗ്രേഡിങ് അല്ലെങ്കിൽ കളർ മാച്ചിങ്ങും ഒക്കെ കോൺഫ്ലിക്ട് ഇല്ലാതെ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർ വളരെ പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ ഇൻഡിസൈൻ, നമുക്ക് ലേ ഔട്ട് മുമ്പ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുന്നിലേക്ക് ഉപയോഗിക്കുന്ന വെഞ്ചൂറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേജ് മേക്കർ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഔട്ടായി പോയി, പല സോഫ്റ്റ്വെയർസ് ഔട്ടായി. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ഇൻഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ലേ ഔട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ പേജിനേഷന് വേണ്ടി ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കണമെങ്കിൽ ആ പേജ് ഫുൾ എല്ലാ പേജ് ഇപ്പോൾ 16 പേജാണെങ്കിൽ 16, 20 അതിന്റെ ഇപ്പൊ 42 പേജ് ആണെങ്കിൽ 42 പേജും ഡിസൈൻ ചെയ്തിട്ടാണ് പുറത്തു വരുന്നത്. ഡിസൈൻ ചെയ്ത് അതിന്റെ ആഫ്റ്റർ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ പ്രൊഡക്ഷൻ ആണ് നമ്മുടെ കയ്യിലെത്തുന്നത്. പക്ഷെ ഇത് മുഴുവൻ ഒരു ലേഔട്ടിലേക്ക് നമ്മൾ ലേഔട്ടിൽ പല സോഫ്റ്റ്വെയർസിന്റെയും കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ ലേഔട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരു പ്രൊഡക്ഷന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യും, PDF ആക്കുകയും. അപ്പോൾ ഈ ലേഔട്ട് പേജിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ സോഫ്റ്റ്വെയർ ഒന്ന് ഇൻഡിസൈൻ ആണ്. പക്ഷെ ഇതേ സമയം തന്നെ അഡോബിന്റെയാണ് ഈ 3 സോഫ്റ്റ്വെയർ എങ്കിലും ഇതിന്റെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇതിന്റെ ശരിക്കും പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോ ഈ അഡോബ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ തന്നെ കാനഡ ബേസ് ചെയ്തിട്ടുള്ള കോറൽ കോർപ്പറേഷന്റെ ഇതേ സോഫ്റ്റ്വെയർസിന്റെ തന്നെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കോറൽഡ്രോ ഗ്രാഫിക്സ് സ്യൂട്ട് 2024 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് സ്യൂട്ട് ഉണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കോറൽഡ്രോ സോഫ്റ്റ്വെയർ 2024, കോറൽഡ്രോ 2024 ഉണ്ട്, കോറൽ ഫോട്ടോ പെയിന്റ് ഉണ്ട്. ഈ കോറൽ ഫോട്ടോ പെയിന്റ് എന്ന് പറഞ്ഞിട്ട് കോമ്പാറ്റബിൾ ടു ഒരു കോമ്പറ്റീറ്ററാണ് ഈ ഫോട്ടോഷോപ്പിന്റെ. പക്ഷെ നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞ ഫോട്ടോഷോപ്പാണ് ഒരു പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷെ പുറത്തുള്ള രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും കാനഡയിലൊക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോ പെയിന്റ് ആണ്, ഫോട്ടോഷോപ്പ് അല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടില് കോറൽഡ്രോ ഉപയോഗിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇല്ലസ്ട്രേറ്റർ ആണ്. ഇതിന്റെ സെയിം കോമ്പാറ്റബിൾ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് കമ്പനിയുടെ ആണെങ്കിലും ഉപയോഗമൊക്കെ സെയിം തന്നെ. അതിൽ ഇല്ലസ്ട്രേഷൻസും അതുപോലെ തന്നെ വെക്ടർ ഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ കോറൽഡ്രോ. പിന്നെ UI UX സോഫ്റ്റ്വെയർസ് ഉണ്ട്, വെബ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അങ്ങനെ ഒരു ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസിന് ഒരു ബണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാഫിക് ഡിസൈൻ ശരിക്കും പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, സോ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ സോഫ്റ്റ്വെയർസ്, അതായത് ഗ്രാഫിക് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടത്. ഇത്രയധികം സോഫ്റ്റ്വെയർസും അതുപോലെ ഇത്രയധികം യൂസുകളും നമുക്കുണ്ടെന്ന് ഇപ്പോഴാട്ടോ ഞാൻ മനസ്സിലാക്കിയത്. എന്നെ പോലെ കുറെ അധികം പേരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾറെഡി ഇത് അറിയാവുന്നവരുണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് കൂടിയാണെങ്കിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനി അറിയാൻ പോകുന്നുണ്ട് ഉയരയിലൂടെ തന്നെ. ആൻഡ് കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം
ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം ആൻഡ് കൂടെയുള്ള തന്നെയാണ്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന മേഖലയെ നമ്മൾ അരച്ചു കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മോടൊപ്പം ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആൻഡ് ഫൗണ്ടർ ഓഫ് ഐമാക് ക്രിയേഷൻസ് തൃശ്ശൂരിന്റെ വൺ ആൻഡ് ഓൺലി ശങ്കർ സാറാണ് കൂടെയുള്ളത്. സാർ, ശരിക്കും നമ്മളെല്ലാവരും ഓരോ നിമിഷവും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കേണ്ട കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ മൊമെന്റിലും പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നു. നമ്മൾ അതിനോടനുസരിച്ച് നമ്മൾ പറയുമല്ലോ, നാടോടുമ്പോൾ നടുവേ ഓടിയില്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ കാര്യമാണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അവരെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, അറിഞ്ഞുകൊണ്ടേയിരിക്കണം. സോ ഒരു ഫ്യൂച്ചർ ഓഫ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ ഈ ഒരു വേൾഡിൽ? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കാരണം ഫ്യൂച്ചർ ഓഫ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഈ ഫീൽഡിൽ സാധ്യത ഉണ്ടെന്നുള്ളതിന്റെ ഒരു സംശയം പല ആളുകൾക്കുണ്ട്. കാരണം പ്രിന്റ് മീഡിയയാണ് പല ആളുകളും ഗ്രാഫിക് ഡിസൈനിങ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു അറിവിന്റെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു ഗ്രാഫിക് ഡിസൈനിന്റെ മേഖല ഇപ്പൊ നമ്മൾ മുമ്പ് സംസാരിച്ച മതി പല മേഖലകളിലും വ്യാപരിച്ചിങ്ങനെ വളരെ പടർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ നമുക്ക് പേഴ്സണലി നമ്മളെ പല ആളുകളുടെയും ഒരു ധാരണ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള വെച്ചാൽ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ആൽബം ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ ചെറിയൊരു പ്രിന്റിംഗ് മേഖലകളോ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീൽഡാണെന്നുള്ള രീതിയിൽ ഒരു ധാരണയുണ്ട്. പക്ഷെ അതല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യം. നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പലപ്പോഴും ഒരു 10-15 മേഖലകളിൽ നമ്മൾ ഇതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ മേഖലകൾക്ക് എന്നും ഇത് പ്രസക്തി ഉണ്ട്. കാരണം പ്രിന്റ് മീഡിയയിൽ കുറച്ച് ക്ഷീണം ഈ ഫീൽഡ് ഈ വിഷ്വൽ മീഡിയ കടന്നതോടുകൂടി ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഞാൻ റിയലിസ്റ്റിക്കലി സമ്മതിക്കുന്നു. പക്ഷെ ഗ്രാഫിക് ഡിസൈനെ സംബന്ധിച്ച് കൂടുതൽ സാധ്യതകളാണ് ശരിക്കും ഉയർന്നു വന്നുള്ളത്. കാരണം ഇത്രയും വളരെ വില കൂടിയ സോഫ്റ്റ്വെയർസ് വാങ്ങാതെ തന്നെ കാൻവ പോലത്തെ വളരെ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പോട് കൂടി ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുത്ത് വെറും 4000 രൂപ കൊടുത്ത് കാൻവ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാവുന്ന രീതിക്ക് ആളുകൾ സ്വയം പ്രാപ്തരായിരിക്കുന്നതാണ് ഏറ്റവും പ്രസക്തി. കാരണം ഇപ്പൊ ഒരു ചെറിയ ഇന്ത്യൻ ഇക്കോണമിയുടെ ഏറ്റവും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന MSME യൂണിറ്റുകളാണ്. അപ്പൊ MSME യൂണിറ്റുകളിലെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റിനും വളരെ കോസ്റ്റ്ലി സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്ന ഗ്രാഫിക് ഡിസൈനർ ഉപയോഗപ്പെടുത്തി നമുക്ക് ബിസിനസ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒന്നില്ലെങ്കിൽ അവർക്ക് ഒരു സ്റ്റാഫിനെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ വളരെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലന്റ് ഉള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സമയം ഉപയോഗപ്പെടുത്തി അവർക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കാൻവ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ റവല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ. പക്ഷെ പല ആളുകളും കൺവെൻഷനായിട്ട് ചിന്തിക്കുന്ന പല ഗ്രാഫിക് ഡിസൈനേഴ്സും ശരിക്കും കാൻവ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് സോഫ്റ്റ്വെയർസ് വെച്ച് കേൾക്കാൻ നെറ്റിച്ച് വിളിക്കാറുണ്ട്. കാരണം അവര് ഒന്നില്ലെങ്കിൽ അഡോപ്റ്റബിലിറ്റി പ്രോബ്ലം ആയിരിക്കും. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഡിസൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള ഒരു താല്പര്യക്കുറവായിരിക്കാം. അല്ലെങ്കിൽ അവര് ഒരു സർക്കിളിന്റെ ഉള്ളിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിചാരമുള്ള ആളുകളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ട് പ്ലാറ്റ്ഫോമിൽ ശരിക്കും പറഞ്ഞ ഒരു നമ്മള് കാണുന്ന അതായത് ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നത് എങ്ങനെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതും കാണാൻ ശ്രമിക്കുന്നത് അതിന്റെ തമ്പനയിൽ കണ്ടിട്ടാണ്. ഈ തമ്പനയിൽ ക്രിയേഷൻ തന്നെ ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഒരു സ്കില്ലാണ്. ചിലപ്പോൾ കണ്ടന്റ് ചിലപ്പോൾ വളരെ മോശമായിരിക്കും. പക്ഷെ ആ ഒരു ഇൻവിറ്റേഷൻ ടു ഒരു സ്റ്റോറി എന്ന് പറയുന്ന പോലെ ഒരു ഹെഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ടു ഒരു സ്റ്റോറി എന്ന് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പറയുന്ന പോലെ ഒരു ഹെഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ തമ്പനയിൽ. ഈ തമ്പനയിൽ ക്രിയേഷനും അതുപോലെ തന്നെ ഈ ബാനർ ഡിസൈനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല ഫീൽഡുകളും ഇപ്പോ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ പോലെ തന്നെ ഒരു സാധ്യത നമ്മള് വെബ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ഡെവലപ്മെന്റ് ടോപ്പിലൊക്കെ പറയുന്ന പല ബാനേഴ്സും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബാനേഴ്സ് ആയിരിക്കും. ആ ബാനേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേഷൻ ശരിക്കും ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് തമ്പനയിൽ ക്രിയേറ്ററും അതുപോലെ തന്നെ ബാനർ ക്രിയേറ്ററും അതുപോലെ പോസ്റ്റർ ഫ്ലയർ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഓൺലൈൻ ഡിസൈൻ കോഴ്സ് ക്രിയേറ്റേഴ്സ് സംബന്ധിച്ച് ബേസിക് ലെവലിൽ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ഡിസൈൻ കോഴ്സ് തന്നെ വലിയൊരു ഫീൽഡാണ്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്. ഇപ്പൊ മിക്ക ആളുകളും പല കോഴ്സും പഠിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോഴ്സ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോളേജുകളിൽ ചേർന്നുകൊണ്ടല്ല, ഓൺലൈനിൽ കൂടെയാണ്. ഓൺലൈനിൽ കൂടെ ചെയ്യുന്ന ഇത്തരം സോഫ്റ്റ്വെയർസ് തന്നെ
നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇത് തന്നെ വലിയൊരു സാധ്യത. അപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന വേർഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോറൽ ഡ്രോ ഗ്രാഫിക്സ് 2024 പഠിക്കാൻ വേണ്ടി നമ്മളൊരു 50 വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50ാമത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടെക്നോളജിക്ക് അപ്ഡേറ്റ് ചെയ്ത് വരിക. അപ്പൊ പുതിയ വേർഷൻ ഇറങ്ങുന്നതോടെ ഒരു 1-2 വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്തരം ഓൺലൈൻ ഡിസൈൻ കോഴ്സ് ക്രിയേറ്റർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അത് വലിയൊരു സാധ്യത. അതുപോലെ നമുക്കറിയാവുന്ന ഇപ്പോൾ ക്യാൻവ ഡിസൈനർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററിനെ ഇപ്പൊ ശരിക്കും ഗ്രാഫിക് ഡിസൈനറിന് പോസ്റ്ററിന് ബദലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻവയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ അവർ ടീഷർട്ട്, അതുപോലെ മെർക്കൻഡൈസ് ഡിസൈനർ എന്നൊരു ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ഡിസൈനേഴ്സിന്റെ ഇപ്പോ ഓൺലൈൻ ഫീൽഡിൽ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഫൈവർ പോലത്തെ വലിയ വലിയ പ്ലാറ്റ്ഫോംസിൽ തന്നെ നമുക്ക് ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. അവർ പലപ്പോഴും ഇന്റർനാഷണൽ ലെവലിൽ ഗ്ലോബലി തന്നെ പല കമ്പനികളും ഹയർ ചെയ്തിട്ടാണ്, പുറത്തുനിന്ന് സ്വന്തം സ്റ്റാഫിനെ വെക്കാതെ ഹയർ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഗ്രാഫിക് ഡിസൈനിങ്, ക്രിയേറ്റീവ് ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം മേഖലകളിലും കൂടുതൽ സാധ്യതകൾ ഓരോ ദിവസം കഴിയുന്നവരും ഗ്രാഫിക് ഡിസൈനിന്റെ സാധ്യത കൂടി വരുന്ന ഒരു മേഖലയാണ് ശരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ട്. ഉയരേതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ കൂടെയുള്ളത് iMac ക്രിയേഷൻസിന്റെ ഫൗണ്ടറും അതുപോലെ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണലും ആയിട്ടുള്ള ശങ്കർ സാറാണ്. പാട്ടിലേക്ക് പോവാം അല്ലേ സർ? ഓക്കെ, യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ആൻഡ് കൂടെയുള്ള തന്നെയാണ് ഇന്ന് നമ്മൾ ഉയരയിൽ അറിഞ്ഞതും പറഞ്ഞതും ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിന്റെ കുറേയധികം വിശേഷങ്ങളായിരുന്നു. ആൻഡ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഒരു എക്സ്പെർട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആൻഡ് ഫൗണ്ടർ ഓഫ് iMac ക്രിയേഷൻസ് തൃശൂർ, ശങ്കർ സാർ. ഇനി നമ്മൾ ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ശങ്കർ സാർ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് എന്നുകൂടി നമുക്കറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, അത് പറയാം. ഞാൻ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്തൊരു കോഴ്സ് PG ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഭാരതി ദ്യോവാന്റെ കീഴിൽ. അപ്പോ BVB ആണ് സ്റ്റഡി സെന്റർ ആയിരുന്നത്. രാജേന്ദ്ര പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതി ദ്യോവൻ പറയുന്നത് BVB വരുന്നത്. BVB ആണ് സ്റ്റഡി സെന്റർ. അപ്പൊ ഞാൻ PG ഡിപ്ലോമ ഇൻ ജേർണലിസം ചെയ്തതിന് ശേഷം ആ സമയത്ത് ഇങ്ങനെ വായനയൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയത്താണ് ഈ കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള ദീപികയില് ഗ്രാഫിക് ഡിസൈൻ, അന്ന് ഗ്രാഫിക് ഡിസൈനിങ് എന്നൊരു ഫീൽഡേ ഇല്ല, DTP ട്രെയിനിങ് ആണ് അന്ന്. DTP ആണ് അന്ന് ഇന്നോവേഷൻ, അതായത് പുതിയ ബ്രോമേഡ് യുഗത്തിൽ നിന്ന് DTPയുടെ യുഗത്തിലേക്ക് വരുന്ന സമയമാണ്. അപ്പോ DTP ട്രെയിനി എന്നെ വിളിക്കുന്നു. ബേസിക് ക്വാളിഫിക്കേഷൻ PG ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ആഡ് കാണുകയും ഞാൻ അപ്ലൈ ചെയ്യുകയും ഉടനെ തന്നെ ഒരു 15 ദിവസത്തിനുള്ളിൽ അവര് ഇന്റർവ്യൂവിന് വിളിക്കുകയും റിട്ടൺ ടെസ്റ്റ് ആയിരുന്നു. ഇന്റർവ്യൂ ഉണ്ടായതിനു ശേഷം ഉടനെ തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടുകയും ചെയ്തു. അത് പക്ഷേ നൈറ്റ് ഷിഫ്റ്റിലാണ് വർക്ക് തുടങ്ങിയത്, വൈകുന്നേരം. അതിന് ശേഷം ഞാൻ ആ ഫീൽഡിൽ DTP ട്രെയിനി ആയിട്ട് കയറി അങ്ങനെ പഠിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ഒരു 1 year കഴിഞ്ഞപ്പോൾ കിട്ടിയതു. പിന്നെ പല ഒരു 4-5 വർഷത്തോളം പല ഫീൽഡിലും പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ആഡ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഗ്രാഫിക് ഡിസൈൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു ഫീൽഡിൽ സ്വന്തമായിട്ടുള്ള ബിസിനസ്സിലേക്ക് വരിക ചെയ്തത്. അപ്പൊ അതിന് ശേഷമാണ് ഒരു 5-6 വർഷത്തിന്റെ ഒരു അനുഭവം കിട്ടിയതിനു ശേഷം എനിക്ക് തുടങ്ങിയപ്പോൾ എന്നെ കൊടുത്ത ആൾക്ക് ഒരു സ്ഥാപനത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ള മാനസികാവസ്ഥയുള്ള ആളല്ല ഞാൻ. അപ്പോ സ്വന്തം സ്ഥാപനത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ള ഒരു തീരുമാനത്തില് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുകയാണ് ചെയ്തത്, തൃശ്ശൂർ ബേസ് ചെയ്തിട്ട്. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നതും ഒരു ഇൻസ്പിറേഷൻ ആവാൻ തന്നെയാണ് കേട്ടോ. ലൈക്ക് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ബെസ്റ്റ് കരിയർ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഇതാ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് നമ്മോടൊപ്പം കൂടെയുള്ളത് ശങ്കർ സാർ. ഫൈനലി നമുക്ക് ഒരു അഡ്വൈസ് കൂടി വേണം. ലൈക്ക് ഈ ഒരു കോഴ്സിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഓൾറെഡി ഈ ഒരു കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നവരോടും സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ കോഴ്സിനെ സംബന്ധിച്ച് നമുക്കൊരു ഇരുണ്ടൊരു അധ്യായം അല്ല ശരിക്കും പറഞ്ഞാൽ. പല ആളുകൾക്ക് അങ്ങനെ ധാരണയുണ്ട്. പക്ഷെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഈ ഫീൽഡിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവരവർ ചെയ്യുന്ന കോഴ്സിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ സത്യസന്ധമായിട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതും വളരെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാം. അതായത് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനും പറ്റും, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനും പറ്റും. നമുക്ക് കോഴ്സ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു വലിയൊരു മേഖലകളിലേക്ക് കൺസൾട്ടന്റ് ആയിട്ട് പോലും നമുക്ക് നമ്മുടെ പ്രൊഫഷനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സാധ്യതയും കൂടി ഈ ഫീൽഡിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ള ഒരു വേർഡ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ തുടക്കത്തിലെ സാർ സൂചിപ്പിച്ച പോലെ ആൻ ആർട്ട് ഓഫ് വിഷ്വലൈസേഷൻ തന്നെയാണ് ആക്ച്വലി ഈ ഒരു മേഖല. സോ നമ്മളെല്ലാം
എല്ലാവരും പല ഫീൽഡ് വഴിയും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുന്ന പല മെസ്സേജുകളുണ്ട്. അതായത് വിഷ്വൽ കണ്ടന്റിലൂടെയാണ് ഓരോ ഗ്രാഫിക് ഡിസൈനേഴ്സും നമ്മളിലേക്ക് എത്തിക്കുന്നത്. കുറേയധികം മെസ്സേജുകളിലൂടെ നമ്മളെ ഞെട്ടിപ്പിക്കാൻ തയ്യാറുള്ളവർ ഒക്കെ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യൂ ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കൂ എന്നും കൂടി എനിക്കും പറയാനുണ്ട്. സോ നമുക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് പതുക്കെ ടാറ്റ ബൈ ബൈ പറയാം അല്ലേ സർ? ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കി തരാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നത് തൃശൂർ ഐമാക് ക്രിയേഷൻസിന്റെ ഫൗണ്ടറും ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണലുമായിട്ടുള്ള ശങ്കർ സാറാണ്. സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഇനിയും അടുത്ത ഉയരയില് പുതിയൊരു മേഖലയെ പറ്റിയിട്ട് അറിയുന്നുണ്ട്, പറയാൻ പോകുന്നുണ്ട്. പക്ഷെ ഇനിയും കലക്കലൻ പരിപാടികൾക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു സർഗിക് ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.